സഹോദരങ്ങൾ, ബിബി മുഹമ്മദ് കോയ സാഹിബ് രചിച്ചിട്ടുള്ള കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം, അദ്ദേഹത്തെപ്പറ്റി പ്രശസ്ത ചരിത്രകാരനായ MGS നാരായണൻ ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറയുന്നത്, ചരിത്രത്തിൽ ബിരുദമില്ലാത്ത ചരിത്രകാരൻ എന്നാണ്. ചരിത്രത്തിൽ ഔദ്യോഗികമായി ബിരുദം നേടിയിട്ടില്ലെങ്കിലും മറ്റു പല ചരിത്രകാരന്മാരും ഭയപ്പെടുന്ന, പേടിക്കുന്ന കാര്യങ്ങൾ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു മഹാനായ എഴുത്തുകാരനും ചരിത്രകാരനുമാണ് പി മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഈ രചനയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം ഒരു ചരിത്രകാരൻ മാത്രമല്ല, നല്ല ഒരു രചയിതാവ് കൂടിയാണ് എന്ന്. വളരെ മനോജ്ഞമായ, മനോഹരമായ ഭാഷയിൽ കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ബിരുദമില്ലാത്ത ചരിത്രകാരൻ എന്ന് പറയുമ്പോൾ ഇതിന് സമാനനായിട്ട് കേരളത്തിൽ നമുക്ക് വേറെ കാണാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ്. അദ്ദേഹവും ഇതുപോലെ ചരിത്രം അന്വേഷിച്ച് ജീവിതാവസാനം വരെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വലിയ വില കൊടുത്ത് പല അമൂല്യ ചരിത്രരേഖകളും ഞാൻ വ്യക്തിപരമായും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചില മക്തിത്തങ്ങളുടെ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി, അത് മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയത്തിൻ്റെ ഉടമസ്ഥനോട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കൊടുക്കുകയും ആ KK മുഹമ്മദ് കരീം സാഹിബ് കളക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം അങ്ങനെ KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിനെ പോലെ തന്നെ അന്വേഷിച്ചു നടന്ന് ചരിത്രത്തെ തേടി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ PP മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹം തെക്കേപ്പുറത്തുള്ള MK റോഡിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. MMI സ്കൂൾ, തൊട്ടടുത്തുള്ള MMI സ്കൂൾ, ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ അവിടെ തൊട്ടടുത്ത തന്നെയാണ് എൻ്റെ ജന്മദേശവും. ആ നിലക്ക് തെക്കേപ്പുറത്തുകാരൻ എന്നുള്ള നിലക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തെറിച്ചു നടക്കുന്നൊരു വ്യക്തിയായിട്ട് ആണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഇദ്ദേഹം ഒരു മഹാപ്രതിഭയാണ് എന്നും മഹാ അന്വേഷകനാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ തെക്കേപ്പുറത്തിൻ്റെ ചരിത്രത്തെ പലതരത്തിലുള്ള അഭ്രപാളികളിലും രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പലരുമുണ്ട്. നമുക്കറിയാം SK പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, ആ ഒരു ദേശത്തിൻ്റെ കഥയിലൂടെ തോട്ടോളിപ്പാടത്തിൻ്റെ കഥയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, NP മുഹമ്മദ് സാഹിബ് എണ്ണപ്പാടത്തിലൂടെ എണ്ണപ്പാടത്തിൻ്റെ തെക്കേപ്പുറത്തെ എണ്ണപ്പാടത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നോവൽ രചിച്ചിട്ടുള്ളതെങ്കിൽ, അതുപോലെ SKയും KA കൊടുങ്ങല്ലൂരും PP ഉമ്മർ കോയയും NPയുമെല്ലാം സംയുക്തമായി രചിച്ചിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വളരെ ബൃഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഈ തെക്കേപ്പുറത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ, അതുപോലെ ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇതൊക്കെയും ഈ തെക്കേപ്പുറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭാവനകളും ചരിത്രകാരന്മാരുമാണ്. ഇതുപോലെ എന്നാൽ ഈ മേഖലയിലല്ലാതെ തെക്കേപ്പുറത്തുള്ള ജനജീവിതത്തെ ഏറ്റവും ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു എഴുത്തുകാരനാണ് നമ്മുടെ PA മുഹമ്മദ് കോയ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ സുൽത്താൻ വീട് എന്ന നോവൽ, ആ നോവലിലുള്ള വിച്ചേഷ് താത്തയും അതുപോലെ കൗജയ് താത്തയും ഉമ്മർ കോയയും തിത്തിബിയും പാത്തുമേ താത്തയും ഒക്കെ ഈ തെക്കേപ്പുറത്തുള്ള തറവാടിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ അങ്ങനെ രേഖപ്പെടുത്തിയപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ടുകൾ, അഥവാ മൊട്ടുള്ള ഭാഗത്തിൻ്റെയും മൊട്ടില്ലാത്ത ഭാഗത്തിൻ്റെയും ചെറിയ കാലിയുടെയും വലിയ കാലിയുടെയും ഒക്കെ പിന്നാലെയുള്ള അതിൻ്റെ ചരിത്രപരതയെ അന്വേഷിച്ചു നടന്ന് നേർക്കുനേരെ അവരുമായി ബന്ധപ്പെട്ടും സംസാരിച്ചും ഒക്കെ അതെല്ലാം കളക്ട് ചെയ്ത് 1986 മുതൽ 1994 വരെ ഈ ഗ്രന്ഥത്തിൻ്റെ പണിപ്പുരയിൽ പണിയെടുക്കുകയായിരുന്നു നമ്മുടെ മുഹമ്മദ് കോയ സാഹിബ്.
94 ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പതിപ്പ് വന്നുവെങ്കിൽ 2012 രണ്ടാം പതിപ്പും 2025 യുവതയുടെ കൈകളിലേക്ക് ഈ പുസ്തകത്തിൻ്റെ മൂന്നാം പതിപ്പ് വന്നു ചേർന്നിരിക്കുകയാണ്. യുവത ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം എല്ലാ ചരിത്രാംശങ്ങളെയും സ്വാംശീകരിക്കുക എന്നുള്ളതാണ്. ആ നിലക്കാണ് ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ തന്നെ ഇരിക്കുന്ന അബ്ദുറഹിമാൻ മങ്ങാട് സാഹിബ്, അദ്ദേഹം യുവതയുമായി സഹകരിച്ച് ഒട്ടനവധി രചനകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒട്ടനവധി സംഭാവനകൾ യുവതയെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള എല്ലാ ചരിത്രാന്വേഷികളെയും അതുപോലെ തന്നെ വിജ്ഞാന കുതികളെയും ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് യുവത ലക്ഷ്യം വെക്കുന്ന കാര്യം. ഈ രംഗത്ത് PP മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഈ സംഭാവന വളരെ വിലപ്പെട്ടതാണ്. ഇത് നമ്മളെല്ലാം ഇതിൻ്റെ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ചരിത്രകാരൻ ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അത് MGSN ആണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ MN നമ്പൂതിരിയോ ആണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കോഴിക്കോടിൻ്റെ ചരിത്രം കോഴിക്കോടില്ലാതായാലും, കോഴിക്കോട് എന്ന് പറയുന്ന പട്ടണം പൗരാണികമായ ബന്ധമുള്ള പട്ടണമാണ്, കാലിക്കൂത്ത് എന്ന് പറയുന്ന, ഇതില്ലാതായാലും മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഈ ചരിത്രം അതിനെ ജീവിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ഈ മഹത്തായ ചരിത്ര സംഭാവന അർപ്പിച്ചിട്ടുള്ള മുഹമ്മദ് കോയ സാഹിബിനോടുള്ള എല്ലാ ആദരവും പ്രകടമാക്കിക്കൊണ്ട് ഈ അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സമയബന്ധിതമായിട്ടാണ് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോരുത്തർക്കും ഈ സംസാരത്തിന് വേണ്ടിയുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി അനൗൺസ് ചെയ്യുന്നതാണ്.